നമ്മുടെ +2 ബയോളജിക്കകത്ത് പറയുന്ന ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഒരു ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമുക്കിപ്പോൾ സെൽ വോൾ ഉള്ള ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് അകത്തിരുന്നാണ് നമ്മൾ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന DNA നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി പറയുന്ന സ്റ്റെപ്പ് മാത്രം ചെയ്യണം. ഇപ്പൊ നമുക്ക് സെൽ വോൾ ഉള്ള ടൈപ്പ് ഓഫ് ഓർഗാനിസം നമുക്ക് എന്തൊക്കെ പറയാം? പ്ലാന്റ്സിന് സെൽ വാൾ ഉണ്ട്, ഫംഗസിന് സെൽ വാൾ ഉണ്ട്, ബാക്ടീരിയസിന് സെൽ വാൾ ഉണ്ട്. ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോസസ്സും കൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് പ്ലാസ്മ മെംബ്രെയിനിന്റെ പുറത്ത് നമുക്ക് എന്ത് കാണും? ഒരു സെൽ വാളും കൂടെ ഉണ്ടാവും. ഇത് നമുക്ക് പഠിക്കാൻ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ടേബിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. ഇതിനകത്ത് നമുക്ക് ഫംഗൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും? സെൽ വാളിന്റെ മെറ്റീരിയൽ വിൽ ബി കൈറ്റിൻ. അപ്പൊ അതിന് നമുക്കില്ല. ബേസിക്കലി ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ നമുക്കൊരു സെല്ലുണ്ട്, ഇതിനകത്ത് നമുക്ക് ന്യൂക്ലിയസ് ഉണ്ടാവാം. ഇപ്പൊ ബാക്ടീരിയയുടെ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ന്യൂക്ലിയസിന് പകരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പറയുന്ന DNA അവിടെ നമുക്ക് നടുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിനകത്തിരിക്കുന്ന ഈ DNA നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇതെല്ലാം പൊട്ടിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അകത്ത് വരെ പോകണം. ഇവിടെ നമുക്ക് കൈറ്റിന് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സെൽ വാളാണ് നമുക്ക് ഫംഗസിനകത്ത് വരുന്നത്. സോ കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാം. അടുത്ത് നമുക്ക് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ സെല്ലുലോസ് ആയിരിക്കും സെൽ വാളിന്റെ മെറ്റീരിയൽ വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? സെല്ലുലേസ് അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമുക്ക് സെല്ലുലേസ് യൂസ് ചെയ്യാം. ബാക്ടീരിയനെ കുറിച്ചുള്ള സെൽ വാൾ നമുക്ക് പല ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് പറയാം. ഇപ്പം സ്യൂഡോ പെപ്റ്റൈഡ് അങ്ങനെ പറയുന്ന കുറേ സെൽ വാൾ മെറ്റീരിയൽ നമുക്ക് പറയാം. ഏത് തന്നെയാണെങ്കിൽ നമുക്ക് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് മുതൽ ബാക്കിയുള്ള എല്ലാവർക്കും കോമൺ ആണ്. നമുക്ക് ഇനി ഇതിനകത്ത് ഈ പറയുന്ന DNA കൂടെ ചിലപ്പോൾ RNA വന്നിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് കഴിഞ്ഞ് ചെറിയ എമൗണ്ട് RNA വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. അതിനെ കളയാൻ വേണ്ടി വി ക്യാൻ യൂസ് RNase. അതേപോലെ നമുക്ക് ചെറിയ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ പ്രോട്ടീൻ ചിലപ്പോൾ അതിനകത്ത് കാണും. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് പാക്കേജിങ്ങിൽ. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇല്ലാണ്ടാക്കണം. സോ പ്രോട്ടീൻസിനെ കൊല്ലാൻ വി ക്യാൻ യൂസ് പ്രോട്ടിയേസ്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന DNA നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിൽഡ് എത്തനോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സ്പൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ നമുക്ക് ഐസൊലേഷൻ ഓഫ് DNA കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ അടുത്തത് എന്താണ് ടോപ്പിക്ക് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ് വീഡിയോ ആയിട്ട് കാണുന്നവരെ യു ആർ വാച്ചിങ് റീച്ച് ലേണിംഗ് ആൻഡ് ഇറ്റ്സ് മീ രേഖൻ സൈനിങ് ഓഫ്. ബൈ.